10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ പല കഥാപാത്രങ്ങളും പഠിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്താണെങ്കിൽ മിസ്സിസ് സ്ഥലത്ത് നമ്മൾ പഠിച്ചു, വെള്ളായപ്പൻ്റെ കഥാപാത്രം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ദുര്യോധൻ്റെ കഥാപാത്രം പഠിച്ചു, അതുപോലെ തന്നെ കലിയുടെ കഥാപാത്രം പഠിച്ചു, അതുപോലെ ദസ്തേവിസ്കിയുടെ കഥാപാത്രം പഠിച്ചു, ജൂലിയാനയുടെ കഥാപാത്രം പഠിച്ചു, അതുപോലെ തന്നെ മിറൽ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അശ്വത്ഥാമാവിൻ്റെ കഥാപാത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ചില സൂചനകൾ നൽകാനാണ് സാർ ഈ വീഡിയോവുമായിട്ട് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, കഥാപാത്ര നിരൂപണം ദുര്യോധനൻ എന്നുള്ള കഥാപാത്രത്തെയാണ്. നമുക്കറിയാം ദുര്യോധനൻ എന്ന കഥാപാത്രം സാധ്യതാ പട്ടികയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ്. മഹാഭാരത യുദ്ധത്തിലല്ല, നേരെ മറിച്ച് ഭാരത പര്യടനം എടുത്ത് പരിശോധിച്ചാൽ അതിൽ നമുക്ക് പഠിക്കാനുള്ള യുദ്ധത്തിൻ്റെ പരിണാമം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും തിളക്കമാർന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ദുര്യോധനൻ തന്നെയാണ് അല്ലേ. ഏറ്റവും മോശപ്പെട്ട കഥാപാത്രമായിട്ട് നമുക്ക് അശ്വത്ഥാമാവിനെ കാണാമെങ്കിലും ഏറ്റവും എന്താ പറയുക, യുദ്ധഭൂമിയിൽ എല്ലാ മാന്യതകളും മര്യാദകളും പാലിച്ച, യുദ്ധഭൂമിയിൽ മര്യാദകളും പാലിച്ചൊരു കഥാപാത്രമാണ് ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനൻ കഥാപാത്രം എഴുതുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എഴുതണം എന്നുള്ളത് ആദ്യം നമ്മളൊരു ആമുഖം എഴുതണം അല്ലേ. എങ്ങനെ കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണ ഗ്രന്ഥമായ ഭാരത പര്യടനത്തിൽ നിന്നും എടുത്ത യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ ഏറ്റവും മികവാർന്നു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ദുര്യോധനൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടയെല്ലുകൾ ചതഞ്ഞു കിടക്കുന്ന ദുര്യോധനൻ ചതഞ്ഞു കിടക്കുന്ന സമയത്ത് അവിടേക്ക് എത്തുന്ന സഞ്ജയനോട് പറയുന്ന ചില വാക്കുകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം എന്തെല്ലാമാണോ ദുര്യോധൻ്റെ പ്രത്യേകത എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ. വിധിയിൽ വിശ്വസിക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. 13 അക്ഷൗണി പട തനിക്കുണ്ടായിട്ടും ഭീഷ്മർ, ദ്രോണർ, കർണൻ തുടങ്ങിയ മഹാരഥന്മാർ എനിക്കുണ്ടായിട്ടും താൻ തോറ്റുപോയെങ്കിൽ അത് വിധി മാത്രമാണ്. അപ്പം വിധിയിൽ വിശ്വസിക്കുന്ന കഥാപാത്രം തന്നെയാണ് ദുര്യോധനൻ എന്ന് പറയുന്നത്. അതുപോലെ യുദ്ധധർമ്മങ്ങളെ പാലിച്ചവനും ചതിയിൽപ്പെട്ടു എന്ന തിരിച്ചറിവുള്ളവനുമായ കഥാപാത്രമാണ്. യുദ്ധധർമ്മങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ ദുര്യോധനൻ പടവിട്ടിയത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ എതിർപക്ഷത്തോ ഭീമൻ അകാരണമായി ഗതായുദ്ധ ധർമ്മങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് തൻ്റെ തുടയ്ക്കടിച്ച് വീഴ്ത്തിയതാണെന്ന് തിരിച്ചറിവുള്ള കഥാപാത്രമാണ്. താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിവുള്ള കഥാപാത്രം കൂടിയാണ് അദ്ദേഹം അല്ലേ. അങ്ങനെയുള്ള ഇത് എഴുതണം. അതുപോലെ തന്നെ അദ്ദേഹം വീണ് കിടക്കുമ്പോഴും തൻ്റെ ഉയർച്ച പിന്നിട്ട വഴികളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ താൻ നേടിയ ജയങ്ങളെക്കുറിച്ചോർത്ത് ആശ്വസിക്കുകയോ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന കഥാപാത്രം അല്ലേ. ഞാൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ചവനാണ്, ഏറ്റവും നല്ല കുതിരപ്പുറത്ത് സഞ്ചരിച്ചവനാണ്, രാജാക്കന്മാരെ അടക്കി വാണവനാണ്, ആർക്കാണ് എന്നേക്കാൾ വലിയൊരു അവസാനമുണ്ടാവുക എന്ന് ചോദിച്ച കഥാപാത്രമാണ്. അതുപോലെ തന്നെ തന്നെ ഉറക്കത്തിൽ കൊല്ലുന്ന പോലെയോ ഓർക്കാപ്പുറത്ത് കൊല്ലുന്ന പോലെയോ വിഷം തന്ന് കൊല്ലുന്ന പോലെയാണ് കൊന്നത്, തന്നെ ചതിയിൽപ്പെടുത്തിയതാണ് എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ സഹോദരി സ്നേഹമുള്ള കഥാപാത്രമാണ് അല്ലേ. തൻ്റെ ഭാര്യയെയോ മക്കളെയോ അച്ഛനെയോ അമ്മയെയോ ചിന്തിക്കുന്നതിന് മുമ്പ് ആങ്ങളമാരും ഭർത്താവും മരിച്ച ദുശ്ശള, തൻ്റെ ഏക പ്രിയ സഹോദരി ദുശ്ശള, അവളുടെ ജീവിതം എന്താകുമോ എന്തോ, അവളുടെ ദുഃഖം സഹിക്കാൻ അവൾക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അദ്ദേഹം സഹോദരി സ്നേഹമുള്ള കഥാപാത്രമാണ്. അതിനേക്കാൾ പിന്നെ സ്വപ്രത്യയ സ്ഥൈര്യം, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവുള്ള കഥാപാത്രം കൂടിയാണ് ദുര്യോധനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു നമുക്കറിയാം അല്ലേ. കർണൻ ചെയ്തി രാജാക്കന്മാർ ഇവിടെയൊക്കെ നടുവിൽ നിന്ന് പ്രതാപത്തോടു കൂടി നിന്ന ആ ദുര്യോധനൻ പടക്കളത്തിൽ വീണു കിടക്കുമ്പോഴും ആ അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനൊരു ജന്മസിദ്ധമായ കഴിവുണ്ട്. ആ കഴിവ് അതുതന്നെയാണ് സ്വപ്രത്യയ സ്ഥൈര്യം അഥവാ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ വേണം ഈ കഥാപാത്രത്തെ വിലയിരുത്താൻ. ഇനി ദസ്തേവിസ്കിയാണ് ചോദിക്കുന്നതെങ്കിലൊക്കെ നിങ്ങൾക്കറിയാലോ, ഇതുപോലെ പോയിന്റുകൾ മനസ്സിലുണ്ടാക്കിയെടുത്തതിന് ശേഷം എന്താണ് ദസ്തേവിസ്കി ആണെങ്കിൽ ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കുന്നതാണ്. ജീവിത ദുരന്തങ്ങളെ മുഴുവൻ തൻ്റെ ഉത്തരവാദിത്തമായി കാണുന്ന ആളാണ്. എഴുത്തെന്ന് പറയുന്നത് എന്താണ്,
ആത്മാവിൻ്റെ വെളിപാടുകളാണെന്ന് വിശ്വസിക്കുന്ന കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ അന്നയുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ ഏറെ പ്രധാനമുള്ളതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ബൈബിളിലെ ഇയ്യോബ് എന്ന കഥാപാത്രത്തിൻ്റെ ദുരന്തങ്ങളൊക്കെ താനും ഏറ്റുവാങ്ങുന്നുണ്ട് എന്നൊരു ചിന്താഗതിയുള്ള കഥാപാത്രം. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴും, ഏതെങ്കിലും കഥാപാത്രങ്ങളെ നിരൂപണം ചെയ്യാൻ കിട്ടുമ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഇതുപോലെ പോയിന്റ് ആക്കി വെച്ചതിന്, മനസ്സിൽ പോയിന്റ് ആക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പേപ്പറിലേക്ക് എഴുതുക. അപ്പം നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം ഒരു പ്രശ്നമാവില്ല. അപ്പോൾ കഥാപാത്ര നിരൂപണത്തിൽ ഏറ്റവും സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് ദുര്യോധനൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റുമായിട്ട് ഞാൻ വന്നത്. ഓക്കെ ആണോ മക്കളെ? അപ്പം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ വീഡിയോ ആയി വരും ദിവസങ്ങളിലൊക്കെ കാണാം. അതുവരയ്ക്കും ബായ് മക്കളെ.